ഞങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി ജേണി എന്ന് വെച്ച് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് സാറിനെ കണ്ട് പ്രസന്നകുമാരി മാഡത്തിനെ ആദ്യം കാണിച്ചു കൊടുത്തു. മാഡം ലിവിനും ഇപ്പൊ ഭവ്യ മാഡത്തെ കാണിച്ചു. ഞങ്ങൾക്ക് എല്ലാ സ്റ്റാഫ് ആയാലും ഡോക്ടേഴ്സ് ആയാലും പി ജീസ് ആഷ്ലി ഡോക്ടർ അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ 7 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു നല്ലൊരു ഹാപ്പി മൊമെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എൻ്റെ പേര് ടെസ്സി. എൻ്റെ പേര് ബിജോ. ഞങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ഇന്ന് 10ാമത്തെ ദിവസമാണ്. എൻ്റെ ഒരു പ്രഗ്നൻസി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു. കാരണം ഇതെൻ്റെ 5ാമത്തെ പ്രഗ്നൻസിയാണ്. ആദ്യത്തെ പ്രഗ്നൻസി കുഞ്ഞ് 6 മാസമൊക്കെ ഉള്ളിൽ വെച്ച് മരിച്ചുപോയായിരുന്നു. 2ാമത്തെ പ്രഗ്നൻസി അബോർഷൻ ആയിപ്പോയി. 3ാമത്തെ ഞങ്ങൾക്ക് ട്വിൻസ് ഉണ്ടായി. എനിക്ക് BP ഷുഗർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് പ്രീ ടൈം ആയതുകൊണ്ട് 2 ആഴ്ച ഗ്യാപ്പിൽ രണ്ടുപേരും മരിച്ചുപോയി. പിന്നെ 4ാമത്തെ പ്രഗ്നൻസി ആയപ്പോഴാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് സ്കാർ എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. അതായത് സിസേറിയൻ്റെ സ്കാറിനകത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ അത് ഇവിടെ സാറിനെ കണ്ടു, പാപ്പച്ച സാറിനെ കണ്ടു. അപ്പം അത് സർജറി ചെയ്ത് എടുത്തു കളഞ്ഞു. പിന്നെ വീണ്ടും ട്രീറ്റ്മെന്റ് സാറിൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ വെയിറ്റ് എനിക്ക് 68 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് ഒരു 50 കിലോ ആക്കുവാണെങ്കിൽ നോർമലി പ്രഗ്നന്റ് ആവും. പിന്നെ കുറച്ച് ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ഒക്കെ കുറച്ചു. അങ്ങനെ ഞങ്ങൾ 5ാമത് പ്രഗ്നന്റ് ആയി സാറിനെ വന്ന് കണ്ടു. അപ്പോൾ സാറ് എൻ്റെ ആ ഒരു ബ്ലൂ കാർഡുണ്ട്, ആ ബ്ലൂ കാർഡിനകത്ത് സാറ് ഇങ്ങനെ ഡയറ്റിന്റെ ഇതും അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു വെയിറ്റ് ഒന്ന് കൺട്രോൾ, ചോറ് കഴിക്കാതിരിക്കുവാണെങ്കിൽ എൻ്റെ പ്രഗ്നൻസി 36 ആഴ്ച വരെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നായിരുന്നു. അതുപോലെ ഞാൻ ആ ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റ് അതേപടി ഞാൻ ഫോളോ ചെയ്തു. അപ്പോൾ നല്ല അത്യാവശ്യം ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആയിരുന്നു. ഞാൻ ഇത്രയും നാള് ചോറ് എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഡയറ്റ് ചെയ്തു. എനിക്ക് BP, എനിക്ക് നേരത്തെ പ്രഗ്നൻസിയിലൊക്കെ നല്ല ഹൈ BP ആണ്, സിവിയർ പ്രിയക്ലാംഷ ആയിട്ടാണ് എന്നെ പെട്ടെന്ന് സിസേറിയൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ പ്രഗ്നൻസിയിൽ എൻ്റെ BP നോർമൽ ആയിരുന്നു. എൻ്റെ ഷുഗർ കൺട്രോൾഡ് ആയിരുന്നു. ഷുഗർ ഒരു 80 കൂടുതൽ കൂടിയിട്ടില്ല ഫാസ്റ്റിങ്. അങ്ങനെ അത്രയും കൺട്രോൾ ചെയ്തു. പിന്നെ ഇപ്പോൾ 36 ആഴ്ചയായപ്പോൾ എനിക്ക് കോഡ് അറൗണ്ട് നെക്കായിരുന്നു. അപ്പോൾ ഡബിൾ ലൂപ്പായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പേടിയാണ്. അപ്പം വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പ്ലാൻഡ് ആയിട്ടുള്ള എമർജൻസി അല്ല, പ്ലാൻഡ് ആയിട്ട് ഞങ്ങൾ സിസേറിയൻ ചെയ്തു. അപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനെ 2 ദിവസം NICUയിൽ വെച്ചു. 2.248 ആയിരുന്നു. അവൻ ഭയങ്കര ആക്റ്റീവാണ്. അവന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ട്. 10ാമത്തെ ദിവസമാണ്. ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി ജേണി എന്ന് വെച്ച് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് സാറിനെ കണ്ട് പിന്നെ അതുപോലെ ഡോക്ടർ ഭവ്യ മാഡം, പ്രസന്നകുമാരി മാഡത്തിനെ ആദ്യം കാണിച്ചു കൊടുത്തു. മാഡം ലിവിനും ഇപ്പൊ ഭവ്യ മാഡത്തെ കാണിച്ചു. ഞങ്ങൾക്ക് എല്ലാ സ്റ്റാഫ് ആയാലും ഡോക്ടേഴ്സ് ആയാലും പി ജീസ് ആഷ്ലി ഡോക്ടർ അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ 7 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു നല്ലൊരു ഹാപ്പി മൊമെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവർക്കും പ്രത്യേകിച്ച് പാപ്പച്ച സാറിന്, ഭവ്യ മാഡത്തിന്, പ്രസന്ന മാഡത്തിന്, ആഷ്ലി മാഡത്തിന്, എല്ലാ സ്റ്റാഫും എല്ലാവരും നല്ലൊരു ഇടപെടലാണ് അവിടെ നടക്കുന്നത്. കാരണം വെച്ചാല് മറ്റൊരു ഹോസ്പിറ്റലിൽ കിട്ടിയ കെയറിംഗ് ആണ് നമുക്കിവിടെ കിട്ടിയത്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ബെറ്റർ ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾക്ക് തോന്നി. ബെറ്റർ അല്ല, എല്ലാ രീതിയിലും ബെറ്റർ ഹോസ്പിറ്റലായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. കെയർ ആയാലും ഫെസിലിറ്റീസ് ആയാലും എല്ലാം. താങ്ക് യു.